ഇന്ന് നമ്മൾ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കുന്നത്. ഒരു റോസ്റ്റാണ്. ഗ്രീൻ പീസും ചിക്കനും ഉപയോഗിച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു 1.5 സ്പൂൺ നെയ്യ്. ഇത് ബട്ടറിലുണ്ടാക്കുന്നതാണ് നല്ലത്. പക്ഷെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ബട്ടറിൽ, അപ്പം അതിന് പകരം ഞാൻ നെയ്യിലുണ്ടാകും. സാധാരണ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ആൾക്ക് ഇടുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ ടേസ്റ്റ് വായിൽ വരും. അപ്പോഴാണ് ആ ടേസ്റ്റ് അതിലുണ്ടാകും. അതൊരു പ്രധാന കാര്യമാണ്. ഇത് ഉണ്ടാക്കുന്നതിനോടൊപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് നമ്മുടെ വിജയം. ഇപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ നെയ്യ് ഒഴിച്ചു. അതിലേക്ക് 1 സ്പൂൺ ജീരകമിട്ടു, നല്ല ജീരകമിട്ടു. അത് കൂടാതെ ഒരു 4 വെളുത്തുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ഇഞ്ചി നീളമുള്ള ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഇട്ട ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുന്നു. വേണമെങ്കിൽ വേപ്പില ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വേപ്പില ചേർക്കാം. ഞാനവിടെ ചേർക്കുന്നില്ല. ഒന്ന് ചൂടാക്കുക, ഒന്ന് ഇളക്കുക, 2-3 സെക്കൻഡ് മാത്രം. അത് കഴിഞ്ഞാൽ അതിലേക്ക് സവോളയാണ്. ഒരു മീഡിയം സവോള നീളത്തിലരിഞ്ഞതാണ് ഞാനിടുന്നത്. നല്ല കനം കുറച്ചരിഞ്ഞത്. സവോള ചൊക്കൊന്നും വേണ്ട. ഒന്ന് ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തുന്ന സമയത്തിന് മുമ്പായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് അവസ്ഥയിലേക്ക് വരും. ആ ഒരു അവസ്ഥ വന്നാൽ മതി. ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 സ്പൂൺ ഉപ്പ്. ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് വെച്ചതിന് ശേഷം ഉള്ള ഗ്രീൻ പീസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്രീൻ പീസിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പ് എന്നീ സാധനങ്ങൾ എടുത്തിട്ട് ഒരു 3-4 വിസിൽ വരുത്തിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്തു. എക്സ്ട്രാ വെള്ളമോ അങ്ങനെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ അതിനുശേഷം ചേർത്തു. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണ് ഇതിലേക്കുള്ളത്. അത് കൂടാതെ ചിക്കൻ. ഇപ്പം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. ഇപ്പം തീയെ ലോ ടു മീഡിയം പൊസിഷനിലേക്ക് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി, മീഡിയം സൈസ് തക്കാളി വലിയ ക്യൂബായിട്ട് അരിഞ്ഞത് ചേർക്കുന്നു. തക്കാളി ഒന്ന് വെന്ത് വരണം. അതിൻ്റെ ഇതിൻ്റെ അരിയൊന്നും വേണ്ട, അതിൻ്റെ പുറത്ത് ആ തൊലിയൊക്കെ ഒന്ന് ചൂടായി വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് വരാം. ഒന്ന് വെന്തൊന്നാൽ മതി. തക്കാളി ചെറിയ തോതിൽ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പരമായിട്ട് വെള്ളം ഇറങ്ങാനുള്ള സമയം എടുത്തിട്ടില്ല. ഇളക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. ആദ്യം മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ മതി. അധികം മഞ്ഞൾപ്പൊടി വേണമെന്നില്ല. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. ഒരു 3 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസിൽ ഇപ്പോഴും മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഈ വക സാധനങ്ങൾ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. 1 സ്പൂണ് ഗരം മസാല. നമ്മൾ വീട്ടിൽ പൊടിച്ചുണ്ടാകുന്ന ഗരം മസാലയാണ്. 1 സ്പൂണ് ഗരം മസാല. ഇത് കൂടാതെ നമ്മളൊരു
2 സ്പൂണ് ചിക്കൻ മസാല കൂടി ചേർക്കും. ഇത്രയും പൊടിയിലിട്ട ശേഷം ആ പൊടികൾ മൂക്കാനായിട്ട് ഒന്ന് ഇളക്കാം. പൊടികൾ മൂത്ത ശേഷം അതിലേക്ക് ഒരു ഇതില് വേപ്പില, 2 സെക്കൻഡ് ഇളക്കുക. നേരം ഒന്നും ഇളക്കണമെന്നില്ല. അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആ വെള്ളത്തോടു കൂടി ഒഴിക്കുക. കാരണം ആ വെള്ളം വേണം, അത് ചിക്കൻ കൂടി ഇട്ടിട്ടുള്ള വെള്ളമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വെള്ളത്തോടു കൂടി ഒഴിക്കാൻ ശ്രദ്ധിക്കും. നന്നായി ഇളക്കുക. ഈ വെള്ളം വറ്റണം. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു ഫുള്ളി ഡ്രൈ ആണെന്ന് പറയുന്നില്ല, കുറച്ച് ഗ്രേവി ഉണ്ടാവും. ഒരു സെമി ഗ്രേവി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഇതാണ്. പക്ഷേ ഇപ്പോഴുള്ള വെള്ളം വീണ്ടും വറ്റണം. അപ്പം ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കും. അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കും. അതിനുശേഷം വെള്ളം വറ്റിക്കാൻ തീ കൂട്ടി വെച്ചിട്ട് തുറന്നു. ഗ്യാസിന് സെറ്റായിട്ടുണ്ട്. ഇനി അത് തുറന്നിട്ട് തീ കൂട്ടി വയ്ക്കും. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റും. ഇത്രയും വെള്ളം വേണ്ട. വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. വെള്ളമൊക്കെ ഒരുവിധം വറ്റി ചെറിയൊരു ചാറേ ഉള്ളൂ. ഈ ഒരു പരുവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിലേക്ക് ചിക്കൻ ചേർക്കും. ചിക്കൻ ഇങ്ങനെ പിച്ചി തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കഷ്ണമായിട്ട് ഇടാൻ പറ്റി, പിച്ചിടാനുള്ള ക്ഷമയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളായിട്ടും നമുക്ക് ചിക്കൻ ഇടാം. പക്ഷേ പിച്ചി ഇടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാക്കുക. ചിക്കൻ അതിലേക്ക് ചേർത്ത ശേഷം അതൊന്ന് നന്നായി ഇളക്കി ആ ചിക്കൻ അതിലേക്ക് ചേർക്കാം. തീ കുറച്ച് വയ്ക്കാം. ഇനി ഇത് ഡ്രൈ ആകേണ്ട ആവശ്യമില്ല. ചിക്കൻ ഇട്ട് എടുക്കുമ്പോൾ തന്നെ അതൊന്ന് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആവും. ഇത്രയും ഡ്രൈനസ് മതി. ചിക്കൻ നന്നായിട്ട് അതിലിളക്കി ചേർക്കുക. അത് ഇളക്കി ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് പരത്തിയിടുക. അതിലേക്കൊരു 3 പച്ചമുളക് അരിയാം. മല്ലിയിലയോ വേപ്പിലയോ ഉണ്ടെങ്കിൽ അത് കൂടി ഇതിനകത്തേക്ക് ചേർക്കണം. അതിലേക്ക് 1 സ്പൂൺ നെയ്യ്, ഒറ്റ സ്പൂൺ തന്നെ മതി, കൂടുതൽ വേണ്ട. നമ്മളിതിൽ ഉള്ളി അതൊക്കെ വറുത്ത് നെയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നെയ്യ് വേണ്ട. ഇത്രയുമായി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് ചിക്കൻ റോസ്റ്റ് റെഡി. ഒന്ന് പരത്തിയിടുക. തീ ഓഫ് ചെയ്യാം. അടച്ചു.